സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാലിനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത ചിത്രമാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് ചിത്രത്തിന് പ്രമേയം. ഇത് 4ാം തവണയാണ് മോഹൻലാൽ മേജർ മഹാദേവൻ ആകുന്നത്. ഒറ്റ നോട്ടത്തിൽ മേജർ രവിയുടെ മുൻകാല ചിത്രങ്ങളായ കർമ്മയോധ, കാണ്ഡഹാർ എന്നീ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ട സിനിമ തന്നെയാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. ഒരു വാർ ഡ്രാമ ഫിലിം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ ചിത്രം തൃപ്തിപ്പെടുത്തിയേക്കാം. കീർത്തിചക്രയുടെ അത്ര മികച്ചതാണോ എന്ന ചോദ്യത്തിന് ഛായാഗ്രഹണം, വാർ സീക്വൻസ് ഈ രണ്ട് മേഖലകളിലും കീർത്തിചക്രയെ കവച്ചു വെക്കുന്ന ചിത്രം തന്നെയാണ് ബിയോണ്ട് ബോർഡേഴ്സ്. പക്ഷേ തിരക്കഥ, കാസ്റ്റിംഗ് എന്നിവ ബിയോണ്ട് ബോർഡേഴ്സിനെ ശരാശരിയിൽ ഒതുക്കുന്നു. മേജർ രവി ചിത്രങ്ങളിലെ ആവർത്തിക്കപ്പെടുന്ന കഥാസന്ദർഭങ്ങളും ചിത്രത്തെ പിന്നോട്ടടിക്കുന്നു. ഹൈലൈറ്റ്സ്: 3 മേക്ക് ഓവറുകളിലുള്ള മോഹൻലാലിൻ്റെ പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ്. മേജർ സഹദേവൻ്റെ തീപ്പൊരി ഇൻ്റർവെൽ പഞ്ച് ഡയലോഗുകൾ ഇഴച്ചിൽ അനുഭവപ്പെടുന്ന ആദ്യ പകുതിയുടെ അവസാനം പ്രേക്ഷകരെ ചിത്രത്തോട് അടുപ്പിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര ഗംഭീരമായ വാർ സീക്വൻസ് ആണ് ചിത്രത്തിലേത്. ചിത്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ്സും അതുതന്നെ. പോസിറ്റീവ്സ്: മോഹൻലാലിൻ്റെ അതിഗംഭീര പ്രകടനവും സുജിത് വാസുദേവൻ്റെ മികച്ച ഛായാഗ്രഹണവുമാണ് ചിത്രത്തെ മറ്റൊരു തലത്തിൽ എത്തിക്കുന്നത്. യുദ്ധരംഗങ്ങൾക്കും മികച്ച കയ്യടി അർഹിക്കുന്നു. നെഗറ്റീവ്സ്: പതിവ് മേജർ രവി ചിത്രങ്ങൾ പോലെ തന്നെ കാസ്റ്റിംഗ് ബിയോണ്ട് ബോർഡേഴ്സിനെയും പിന്നോട്ടടിക്കുന്നു. പല താരങ്ങളുടെയും പ്രകടനം അസഹനീയമാണ്. ആവർത്തിക്കപ്പെടുന്ന കഥാസന്ദർഭങ്ങളും യുദ്ധ സിനിമയിലെ ക്ലീശകളും 1971 ബിയോണ്ട് ബോർഡേഴ്സിനും കാണാം. റിലീസിന് മുമ്പേ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ട പട്ടാള ചിത്രങ്ങളുടെ പുതുമയൊന്നും സിനിമയിൽ കാണാനില്ല. അല്ലു സുരേഷിൻ്റെ കഥാപാത്ര സൃഷ്ടി തെലുങ്കിലെ മാർക്കറ്റിൽ മാത്രം ലക്ഷ്യം വെച്ച് സൃഷ്ടിച്ചതാണെന്ന് തോന്നിപ്പോകും. മൊത്തത്തിൽ ഒരു യുദ്ധ സിനിമ എന്നതിലും അപ്പുറം ഒരു പട്ടാളക്കാരൻ്റെ വൈകാരികതയിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് ബിയോണ്ട് ദി ബോർഡേഴ്സ്. കാണ്ഡഹാർ, കർമ്മയോധ തുടങ്ങി മേജർ രവി ചിത്രങ്ങൾ പോലെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയില്ല ബിയോണ്ട് ബോർഡേഴ്സ്. എങ്കിലും റിലീസിന് മുമ്പ് നൽകിയ ഹൈപ്പിനോട് ചിത്രം നീതി പുലർത്തിയോ എന്ന സംശയമാണ്. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ഗംഭീരമായ വാർ സീക്വൻസും ഛായാഗ്രഹണവും കൊണ്ട് തിരക്കഥയിലെ പോരായ്മകളെ മറികടക്കാൻ ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു. യുദ്ധ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരനും തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് ബിയോണ്ട് ബോർഡേഴ്സ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്